നിത്യമോള് ബോധമില്ലാതെ കിടക്കുക. ബോധം വരുന്നവരെ നിങ്ങളൊന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? എന്ത് ക്ഷമിക്കാൻ? ഞങ്ങൾക്ക് ഇതൊക്കെ പുതിയ അനുഭവമാണ്. ബന്ധു വിട്ടുകാരെന്ന് പറയുമ്പോഴേ ഞങ്ങൾ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു. അത് ഞങ്ങളുടെ തെറ്റ്. അമ്മയൊന്നും മിണ്ടാതിരിക്കും. അമ്മേ, എന്റെ മോൻ എവിടെ പോയി അമ്മേ? ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മോളെ. നിത്യ ഒന്ന് ഉണർന്നോട്ടെ. മോനെ, നിത്യൊന്ന് കണ്ണു തുറന്നതിന് ശേഷം പോലീസിൽ അറിയിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ഒക്കെ തീരുമാനം. അതൊന്നും പറ്റില്ല അങ്കിൾ. പോലീസിനെ ഞാൻ വിളിക്കാം. അല്ല, എവിടെ വെച്ച് ഈ ആക്സിഡന്റ് നടന്നത്? അത് ഗിരിനഗറിൽ വെച്ചാ. ഗിരിനഗറോ? അതിവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ? അവിടെ എന്തിനാ നിത്യച്ചു പോയത്? മോനെ മനു, നീ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. ചെല്ല. ദേ സുജാതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവള് കണ്ണു തുറക്കുകയോ തുറക്കാതിരിക്കുകയോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ. നിങ്ങള് ഒന്ന് സമാധാനപ്പെട്. നിങ്ങളുടെ അതേ അവസ്ഥയിലല്ലേ ഇവരും നിൽക്കുന്നത്. താനാരാ ഇതൊക്കെ പറയാൻ? എന്തായാലും കുഞ്ഞിന്റെ അടുത്ത് ഞങ്ങൾക്കുള്ളതിന്റെ അത്ര വേവലാതി നിങ്ങൾക്കുണ്ടാവില്ലല്ലോ. പേഷ്യന്റിന്റെ ബോധം നിന്നിട്ടുണ്ട്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് കയറി കണ്ടോളൂ. ശരി ഡോക്ടർ. സുജാത, നമുക്ക് നോക്കാം. താൻ ചെല്ല്. രഘു, അവിടെ നിൽക്ക്. ഞാനൊന്ന് കയറി കാണട്ടെ. നിങ്ങളൊന്നും കാര്യമാക്കണ്ട. അവളുടെ സ്വഭാവം അങ്ങനെയാ. ആദ്യമോൻ എവിടെ? ആദ്യം എവിടെ അമ്മേ? ആഹാ, കൂടെ കൊണ്ടുപോയ കുഞ്ഞ് എവിടെയാണെന്ന് ബാക്കിയുള്ളവരോടാണോ ചോദിക്കുന്നത്? മോളെ, ആദ്യമോൻ ഇവിടെ ഇല്ല. എന്താ മോളെ ഉണ്ടായത്? നീ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടാ പോയേ? നീ എങ്ങനെ അപകടത്തിൽപ്പെട്ടത്? നീ അപകടത്തിൽപ്പെടുമ്പോ കൊച്ചെവിടെയായിരുന്നു? ഒന്ന് സമാധാനായിട്ട് ഇവളോട് ചോദിച്ച. എനിക്കിത്ര സമാധാനമേ പറ്റൂ. കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴേ കിന്നരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മോളെ, അത് ഞാനും ആദ്യം കൂടി അവിടെ ഒരിടത്ത് നിൽക്കായിരുന്നു. ഞാനവനോട് ജ്യോതിയുടെ പോകേണ്ട കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ നിർബന്ധിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ മോൻ അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ ആകെ പേടിച്ചുപോയി. പേടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയില് എന്നെ ഒരു വണ്ടി വന്ന് ഇടിച്ചതാ. ഓ, അപ്പൊ കാര്യം വ്യക്തമായി. കൊണ്ടുപോയി കളഞ്ഞു. എന്താ ദമയന്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ സുജാതെ. എനിക്ക് മനസ്സിന് ഇഷ്ടം ഉണ്ടായിട്ട് നടന്ന കല്യാണം അല്ല ഇത്.
പിന്നെ എന്റെ മോന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, അത്രമാത്രം. ഇവള് പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്കിതിലൊന്നും അത്ര വിശ്വാസം പോരാ. ആദി, മോൻ, അമ്മേ. അമ്മേ, ആദി, അമ്മേ, അമ്മേ, ആദി എവിടെ അമ്മേ? അമ്മേ, അമ്മേ, ആദി. അമ്മേ, നിത്യേച്ചി എന്താ പറഞ്ഞേ? അവള് കൈ മലർത്തി. കൊച്ചിനെ കാണാണ്ടായി പോലും. ദേ നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം. ഈ കൊച്ചിനെ കാണാണ്ടായതും നമ്മൾ അറിയിക്കാണ്ടിരുന്നതും ഒക്കെ എല്ലാരും ചേർന്നിട്ടുള്ള ഒത്തുകളിയാ. നിർബന്ധമായിട്ട് ജ്യോതിയുടെ അടുത്ത് പോണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എവിടെയെങ്കിലും പോയി കളഞ്ഞതായിരിക്കോ? അമ്മേ, ഞാൻ അവനെ കൂട്ടി പുറത്തെങ്ങും പോണ്ടായിരുന്നു. അമ്മേ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? നീ എന്താ മോളെ ചോദിക്കുന്നത്? അമ്മ എന്നെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്റെ ഭഗവാനെ, എന്റെ മോനെ ഒന്ന് കാണിച്ചു തരണേ. ഞാൻ എന്തിനാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത്? ഇതൊക്കെ കേൾക്കാനാണോ? അതെ, അതെ. ഹരിയേട്ടാ, SP വിളിച്ച് ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇപ്പൊ വിവരം എത്തിക്കോളും. സംഭവം നടന്ന സ്ഥലത്തെ CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ ഞാനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനു നഷ്ടപ്പെട്ടിരിക്കുന്നത് മനുവിന്റെ മകന്. പക്ഷേ അല്പം പക്വതയോടുകൂടി മനു ഇക്കാര്യം കൈകാര്യം ചെയ്യണം. ഞാനിവിടുത്തെ സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് പറയുക. എനിക്ക് മനസ്സിലായി ഹരിയേട്ടാ, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. ജ്യോതിയുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. മനു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഒന്ന് അങ്ങോട്ട് വരൂ. എടോ, ഇതിനിടയിൽ രഹസ്യമൊന്നും വേണ്ട, താൻ പറ. നിത്യേച്ചി കള്ളം പറയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിത്യേച്ചിക്ക് ആദ്യം പിരിയാനൊന്നും പറ്റില്ല. നിത്യേച്ചി വേറെ എവിടെയോ അവനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുക. ജ്യോതി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിത്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് പറ്റുമോ? ഇതിപ്പോ നിത്യേച്ചിയെ കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ചാ സംസാരിക്കേണ്ടത്? കഷ്ടമാണ് മോളെ. 2-3 ദിവസമല്ലേ ആയുള്ളൂ നീ മനുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട്. അതുവരെ നീ നിഴല് പോലെ നിത്യയുടെ പുറകെ അല്ലായിരുന്നോ? അതുപോലെ നിത്യ നിന്നെ കെയർ ചെയ്യുന്നതും നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടൊരു ആപത്ത് വരുമ്പോ എങ്ങനെയാ കുട്ടി നിനക്ക് തള്ളി പറയാൻ പറ്റുന്നേ? ഹരിയേട്ടന് നിത്യേച്ചി ന്യായീകരിക്കാൻ കാരണങ്ങളുണ്ടാവും, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ജ്യോതി, ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ന്യായീകരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ മോനെ വേണം. അവൻ എവിടെയാണെന്ന് അറിയണം. അതല്ലേ വേണ്ടത്.
അതെ, നിങ്ങൾ മനുവിനെ വിളിച്ച് കാര്യം പറ. ഈ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് മുമ്പേ ഇവിടെ ഒന്ന് വരട്ടെ. ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിക്കണമല്ലോ. ആരോട്? നിത്യയോട്. നമ്മുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നാലും പോലീസുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കുഞ്ഞിനെന്തെങ്കിലും ചെയ്തതാണെങ്കിലേ അവള് പറയും. ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിത്യം നിങ്ങൾക്കറിയില്ലായിരിക്കാം, എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മോളെ. എന്റെ സുജാതെ, ഈ പത്രത്തിലും ടിവിയിലൊക്കെ വരുന്ന വാർത്ത കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ സംഭവം വരുമ്പോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും വൈകുന്നേരം കുറ്റവാളിയായി മാറുന്നത്. അതെ, എവിടെയെങ്കിലും വായിക്കുകയും കേട്ടതുമായ അറിവ് വെച്ച് നിത്യയെ വെറുതെ വിലയിരുത്തണ്ട. അവള് ചെയ്ത ഒരേ ഒരു തെറ്റ് ആ കുഞ്ഞിനെ ജീവന്റെ ജീവനായി സ്നേഹിച്ചു എന്നത് മാത്രം. നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവനെ പിരിയാനുള്ള തീരുമാനം അവള് തന്നെയാണ് എടുത്തത്. ഓ, അത് വലിയ പുണ്യായി പോയി. എന്റെ മകൻ ചെയ്തതിന് ഒരു വിലയില്ലേ? ഒന്നുമില്ലെങ്കിലും 5-6 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ മോളെ തേടി വന്നില്ലേ? என்னம்மா சொல்ற? தேடி வந்தோன்னு சொன்னேன். அப்ப மனசார்த்தையும் തെറ്റില്ല. ഇതാരൊക്കെയാ നിനക്ക് വേണ്ടി സംസാരിക്കുന്നേ? കുടുംബക്കാര് സംസാരിക്കുമ്പോ ആവശ്യമില്ലാത്തൊരു വലിഞ്ഞു കേറണ്ട. ദമയന്തി, ഇവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്, എന്റെ മക്കള് തന്നെയാണ്. ആദ്യം മോനെ കാണാത്ത വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിന്റെ പേരിൽ ഇത്തരം സംസാരമൊന്നും വേണ്ട. ആൻറ്റി പ്ലീസ്, ഇപ്പം ഈ ഹോസ്പിറ്റലിൽ വെച്ചൊരു സംസാരം ഉണ്ടാവുന്നത് നല്ലതല്ല. ഇതിപ്പോ ഒരു മനുഷ്യത്വത്തിന്റെ പ്രശ്നം. അകത്ത് ഇതൊക്കെ കേട്ട് തളർന്നു പോകുന്ന ഒരാളുണ്ട്. അത് പലർക്കും മനസ്സിലാവില്ല ഹരി. ബന്ധങ്ങൾ കണക്ക് ചോദിക്കാൻ മാത്രമാണെന്ന് വിശ്വസിച്ചാൽ നമുക്കെല്ലാവരെയും ചോദ്യം ചെയ്യാനേ തോന്നും. നിത്യേച്ചി, മനു എന്നെ അന്വേഷിച്ചു വന്നപ്പോ പോലും ഒരു വിവാഹത്തിന് തയ്യാറല്ലെന്നാ ഞാൻ പറഞ്ഞേ. മറ്റാരേക്കാളും എന്നെ കൂടുതൽ നിർബന്ധിച്ചത് നിത്യേച്ചിയാ. മനു എന്നെ തേടി വന്നതിന് കാരണം ആദ്യ. എന്നിട്ടിപ്പോ മോളെ, എല്ലാം എനിക്കറിയാം. ആദ്യം മോനെ പിരിയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരില് ഞാൻ മോളെ ചതിക്കൊന്നും തോന്നുന്നുണ്ടോ? എന്നെ മനുവിന് വിവാഹം കഴിച്ചു കൊടുത്തപ്പോ നിങ്ങളുടെയൊക്കെ കടമകൾ തീർന്നു. പക്ഷെ അവിടെ ചെന്ന് കയറിയ നിമിഷം മുതല് ഞാൻ അനുഭവിക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ? ഏട്ടന്റെ അറസ്റ്റിനെ കുറിച്ച് അമ്മയും ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. അത് കഴിഞ്ഞിപ്പോ ഇത് ഒന്നും വേണ്ട. നിത്യേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒന്ന് വിളിക്കാനുള്ള മര്യാദ അച്ഛനും അമ്മയോ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കത്തില്ലായിരുന്നു. നിത്യേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ ഇനി മനുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. അയ്യോ മോളെ, തിരിച്ചു പോണമെങ്കിൽ ആദ്യം എന്റെ കൂടെ വേണം. പോലീസുകാരുടെ അന്വേഷണത്തിലേ ആദ്യം കണ്ടെത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കുന്നേ? മോളെ, കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറുടെ വീട്ടിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ? ജ്യോതി,
ഇവള് സുഖമില്ലാതിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായ ചോദ്യങ്ങൾ എങ്ങനെയാ നിനക്ക് ചോദിക്കാൻ പറ്റുന്നത്? ഞാൻ പിന്നെ എന്ത് ചോദിക്കണം? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് വേണ്ട. ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യമൊന്നും നീ പറയണ്ട. അങ്ങനെ വേർതിരിച്ച് സംസാരിക്കേണ്ട സമയം പോലും ആയിട്ടില്ല നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ശരിയാണ് മോളെ, നിനക്ക് അവിടെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നിന്റെ അമ്മയമ്മ സംസാരിക്കുന്നത് കേട്ടാൽ അതെനിക്ക് മനസ്സിലാവൂ. പക്ഷെ ഒരാളങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം പിടിച്ച് സംസാരിക്കുകയല്ല വേണ്ടത്. നിത്യ നിനക്ക് സംശയമാണല്ലേ? ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ ഇവിടുന്ന്. അമ്മേ, ജ്യോതി പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. പറഞ്ഞോട്ടെ അമ്മേ, അവളുടെ വിഷമം അവള് നമ്മളോടല്ലാതെ വേറെ ആരോടെ പറയുന്ന? വിഷമം പറഞ്ഞോട്ടെ, പക്ഷെ അതിന് മോളെ പറയുന്ന എന്തിനാ? എല്ലാവർക്കും സംശയം എന്നെയല്ലേ അമ്മേ? അമ്മയ്ക്ക് അതിന്റെ സംശയമില്ല മോളെ. ഇതിനു മുൻപും പരീക്ഷണങ്ങളിൽ ഒരുപാട് പെട്ടില്ലേ? അന്നൊക്കെ ചത്ത് ചതഞ്ഞു കിടന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഈശ്വരൻ നമ്മളെ ജീവിപ്പിച്ചിട്ടില്ലേ? ഇതിനൊരു പരിഹാരം ഉണ്ടാകും മോളെ. അരി ഹലോ അമ്മാവ. ആ എടാ, നീ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ലേ? ഉണ്ട്. ആ എടാ, നിത്യക്കിപ്പോ എങ്ങനെയുണ്ട്? നിത്യ സംസാരിക്കുന്നുണ്ട്, പക്ഷെ കരച്ചില്ല. എടാ പിന്നെ കൊച്ചിന്റെ കാര്യം എന്തുവായി? പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം മനു ഉണ്ട്. അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ മനുവാ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓ ഓ അല്ല മക്കളെ, എന്തുവായിരിക്കും ശരിക്കും സംഭവിച്ചിരിക്കുക? അറിയില്ല അമ്മാവ. ജ്യോതിയുടെ കൂടെ പോയേ പറ്റുമെന്ന് തന്നെ ദേഷ്യം വരും. നീ അതിനിടെ കയറി ഒന്നും പറയാനൊന്നും നിൽക്കണ്ട കേട്ടാ. അവരും അവരുടെ ബന്ധു വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമായത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇടപെട്ടാല് ചിലപ്പോ അവര് വന്ന് ചോദ്യം ചെയ്തേക്കും. ഞാനതിനെ ശ്രദ്ധിച്ചേ സംസാരിക്കുന്നുള്ളൂ. അവരുടെ രീതികൾ വെച്ച് ഒന്നിച്ചു പോകാനും ബുദ്ധിമുട്ടാണ്. നേരം പോകുന്നോറും കാര്യങ്ങൾ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. അല്ല അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടാ. ആ നിങ്ങളാണ് മനുവിന്റെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്?
അല്ല, ആ, ആ, ഞങ്ങളാരും അവനെ തിരിച്ചു കിട്ടുന്നത് വരെ വീട്ടിലാരും അറിയണ്ടെന്നാ തീരുമാനിച്ചിരുന്നത്. ആ, ആ, അല്ലടാ, പിന്നെ എങ്ങനെയാ ഈ കാര്യം അവരറിഞ്ഞത്? അല്ല, ഇപ്പോ നിങ്ങൾ ആരും അറിയിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടും ഇക്കാര്യം വേറൊരാളെ വിളിച്ച് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇക്കാര്യം പുറത്തറിയിക്കണമെന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ടല്ലേ? അത് ശരിയാണല്ലോ. ആ, ഞങ്ങളാരും അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല. നീയേ ആദ്യം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും. എനിക്കെന്തോ കുഞ്ഞിനെ കാണാനില്ലെന്ന് അറിഞ്ഞത് തൊട്ട് വേറെ എന്തോ ആ കുഞ്ഞിനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം മനസ്സിലേ. അപ്പം ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അമ്മാവ, എന്നിട്ട് ഞാൻ അമ്മാവനെ അങ്ങോട്ട് വിളിക്കാം. എടാ, അതെ, ഈ ഹോസ്പിറ്റലുകാർക്ക് ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞോന്നും അവള് മനുവിന്റെ വീട്ടിലോട്ട് പോയോന്നൊന്നും അറിയേല, ശരിയല്ലേ? അവിടെ സ്ഥലത്ത് നിന്ന് നിത്യയെ ആശുപത്രി കൊണ്ടുപോയ നാട്ടുകാർക്കും അറിയേല. നീ ഉറപ്പിച്ചോ, ഇതിന്റെ പിന്നിലെ ആരോ കളിക്കുന്നുണ്ട്.